ഏറി കൊട്ടിഘോഷിച്ച് നടത്തിയ പമ്പ അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ നൽകാൻ കഴിയാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മാസം 9-ന് കണക്കുകൾ സമർപ്പിക്കണമെന്ന ഹൈക്കോടതിയുടെ അന്ത്യശാസനം നിലനിൽക്കുന്നുവെങ്കിലും കണക്കുകൾ തയ്യാറായിട്ടില്ല. അയ്യപ്പ സംഗമം നടന്ന് 45 ദിവസത്തിനകം കണക്കുകൾ കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അരുൺ കൊടുങ്ങൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, കൃത്യമായി പറഞ്ഞാൽ 2025 സെപ്റ്റംബർ മാസം 20-നാണ് പമ്പയുടെ മണപ്പുറത്ത് ഈ രീതിയിൽ ഒരു സമ്മേളനം നടന്നത്. സമ്മേളനം പൂർണ്ണമായി പരാജയമായിരുന്നു, ആളില്ലായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കണക്കുകൾ സംബന്ധിച്ചും ഒരു വ്യക്തതയില്ല, അല്ലേ? തീർച്ചയായും ഏറെ കൊട്ടിഘോഷിച്ച് തന്നെയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത്. എന്തായാലും ശബരിമലയുടെ സമഗ്ര വികസനം എന്ന് ലക്ഷ്യം വെച്ച ഒരു പരിപാടിയാണ് സർക്കാർ നടത്തിയതെന്ന് പറയുമ്പോഴും അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം, അതോടൊപ്പം തന്നെ ശബരിമല പോലുള്ള ഏറ്റവും മഹത്തായ ഒരു പുണ്യം പേറുന്ന ഒരിടത്തെ കച്ചവട കേന്ദ്രമാക്കിക്കൊണ്ട് അവിടേക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം തന്നെയായിരുന്നു സർക്കാരിന് ഉണ്ടായിരുന്നത്, ദേവസ്വം ബോർഡിനുണ്ടായിരുന്നത്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും അത് കൃത്യമായി തന്നെ പുറത്തു വന്നു. എന്തായാലും സത്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അയ്യപ്പ ഭക്തരാരും ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തിരുന്നില്ല. കുറച്ച് അതിഥികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമായി ഇത് മാറിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഇത് വലിയ വിമർശനമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഈ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കച്ചവട കണ്ണോടെയുള്ള ഈ തീരുമാനങ്ങൾക്കൊക്കെ തടയിട്ടത് ഹൈക്കോടതിയായിരുന്നു. രൂക്ഷമായ വിമർശനമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംഗമം നടത്തി 45 ദിവസത്തിനുള്ളിൽ ആരൊക്കെയാണ് ഈ സംഗമത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്, ഈ സംഗമത്തിലേക്ക് പൈസ നിക്ഷേപിച്ചത്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ എത്രയാണ്, ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓഡിറ്റ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണറായ ആർ ജയകൃഷ്ണനെ ഏൽപ്പിക്കണമെന്നുള്ള ഏറ്റവും സുപ്രധാനമായുള്ള കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യത്തെ 45 ദിവസം കഴിഞ്ഞു. ഈ കണക്കുകളൊന്നും തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത് വലിയ വിമർശനമുണ്ടായിരുന്നു. കഴിഞ്ഞ ജനുവരി 9-ന് ഈ കേസ് വീണ്ടും എടുത്തിരുന്നു. അന്ന് നിശിതമായ വിമർശനം, അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇനി 1 മാസം കൂടിയാണ് സമയമുള്ളത്, അതിനു മുമ്പ് ഈ കണക്കുകളൊക്കെ തന്നെയും സമർപ്പിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിശിതമായ വിമർശനങ്ങളുടെ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 9-ാം തീയതി ആകുന്നു. പക്ഷേ ഇതുവരെയും കണക്ക് സമർപ്പിക്കാനായി ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും ഈ കണക്ക് സമർപ്പിച്ചാൽ പോലും ഇത് വലിയ വിവാദത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഏറെ കൊട്ടിഘോഷിച്ച് തന്നെയാണ് ഈ ഒരു സംഗമം നടത്തിയത്. കോടികളുടെ ഒരു നിക്ഷേപം ഈ ശബരിമലയിലേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കാര്യമായ രീതിയിലുള്ള ഒരു നിക്ഷേപവും ഉണ്ടായിട്ടില്ല. പക്ഷേ ചിലവ് അത് അതിഗംഭീരമായി തന്നെ നടന്നിരുന്നു. ജർമ്മൻ പന്തൽ, ആഗോള അയ്യപ്പ ഭക്തർക്കായി ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജർമ്മൻ പന്തൽ പമ്പയുടെ തീരത്ത് നിർമ്മിച്ചിരുന്നു. അത് പൂർണ്ണമായും ശീതീകരിച്ചു കൊണ്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വരുന്ന അതിഥികൾക്ക് VVIP സൗകര്യമായിരുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ കോടികൾ പൊടിക്കുകയും ചെയ്തു. ഇതിനൊക്കെ എത്ര രൂപയാണ് ചിലവായതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ കൂടി ഈ സമയത്ത് പുറത്തു വേണ്ടിയിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കണക്കുകളൊക്കെ തന്നെ ഹൈക്കോടതി സമർപ്പിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൗതം. ഓക്കെ അരുൺ, എന്തായാലും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20-ന് പമ്പയിൽ ദേവസ്വം ബോർഡ് നടത്തിയ ഭക്തസംഗമവുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ മാസം 9-നകം ഇതിൻ്റെ കണക്കുകൾ നൽകണം എന്ന് ഹൈക്കോടതിയുടെ അന്ത്യശാസനമുണ്ട്. പക്ഷേ ഇപ്പോഴും കണക്കുമില്ല, ഒന്നുമില്ല. ആകെ അവ്യക്തതയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.